നിങ്ങളൊന്ന് നോക്ക്. നിങ്ങൾ എത്ര വലിയ ക്രൂരന്മാരാണെന്ന്. നിങ്ങളെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാകില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം ദേഷ്യം വരും. ഇപ്പം നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിക്കാം, ഞാൻ പറയാത്തത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന്. അപ്പോൾ നിങ്ങൾ എന്നോട് പോയി പണി നോക്കാൻ പറയൂലേ എന്നത് നിങ്ങളുടെ സ്വന്തം മക്കളായതുകൊണ്ട് നിങ്ങൾ അവർക്ക് പല കഥകളും പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അവർ ചോദിക്കുമ്പം ഇതെല്ലാം നിനക്ക് എപ്പോഴെങ്കിലും മനസ്സിലാവും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ആ പിഞ്ച് മനസ്സുകളിലേക്ക് വിഷം കുത്തി നടക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ മാനസിക സമ്മർദ്ദത്തിലൂടെ നിങ്ങളുടെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നു. എവിടെയോ ഇല്ലാത്തൊരു ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ അവരെ പറ്റിക്കണ്. അവർ പള്ളിയിൽ പോവാത്തതിനും മദ്രസയിൽ പോവാത്തതിനും കമ്മിറ്റി പോവാത്തതിനും അവർ തോൽക്കുന്നതിനും അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാത്തതിൻ്റെയും പേരിൽ നിങ്ങൾ അവരെ ഉപദ്രവിക്കണം. നിങ്ങൾക്ക് എന്ത് സത്യസന്ധതയാണ് നിങ്ങളോടുള്ളത് അല്ലെങ്കിൽ അവരോടുള്ളത്? കാരണം നിങ്ങളെല്ലാം എന്തോ ഒന്നിനെ റെപ്രസെൻ്റ് ചെയ്യണ വെറും ഒരു റോബോട്ടിക്കായിട്ടുള്ള ജീവിതമാണ് ജീവിക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് സത്യസന്ധത എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളായിട്ടിരിക്കുന്ന ഒരവസ്ഥ വേണ്ടേ? നിങ്ങൾ ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെയോ മതത്തിൻ്റെയോ വക്താവാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മതം എന്ന് പറയുമ്പം നിങ്ങൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ജീവൻ കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ കൂടി കാരണമായ ഈ പറയുന്ന ആ അവസ്ഥയെ നിങ്ങൾ എത്രമാത്രം കബളിപ്പിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സ്വസ്ഥത ഉണ്ടാവുമോ? അല്ലെങ്കിൽ നിങ്ങളായിരിക്കണ അവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിച്ച രീതിയിൽ എൻ്റെ മക്കളും പൈസ സമ്പാദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം സമ്പാദിച്ചിണോ ഇതെല്ലാം ഇതുപോലെ അവർ സമ്പാദിക്കണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുമോ? ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലോ. അയ്യോ എന്നെപ്പോലെ ആവരുതെന്നല്ലേ പറയുള്ളൂ. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾക്ക് നിങ്ങളായിട്ടിരിക്കാൻ പറ്റാത്ത ആ സ്വാതന്ത്ര്യം നിങ്ങൾക്കറിയാത്തത് കൊണ്ടല്ലേ. നിങ്ങൾ പലതിൻ്റെയും വക്താവായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയല്ലേ ജീവിക്കണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളോട് സമ്മതിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ മക്കളെ മനസ്സിലാക്കാൻ പോണത്? അല്ലെങ്കിൽ കൂടെ കിടന്നുറങ്ങണ ആ പാർട്ട്ണറെ മനസ്സിലാക്കാൻ പോണത്? അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തെ മനസ്സിലാക്കാൻ പോണത്? നിങ്ങൾ ജീവിച്ചിരിക്കാനുള്ള കാരണത്തെ എവിടെയെങ്കിലും സങ്കല്പത്തിനപ്പുറം ഈ പ്രവർത്തനവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം വേണ്ടേ? അപ്പോഴല്ലേ നിങ്ങളുടെ അഹങ്കാരം മാറ്റി വെച്ചിട്ട് മനുഷ്യന്മാരുമായിട്ട് ബന്ധം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും കടന്നാക്രമിക്കണ വെറും ഒരു അക്രമി, ഒരു എന്താ പറയുക, ഒരു അക്രമിയല്ലേ സത്യത്തിൽ. എപ്പോഴും കൃമി കടിച്ചുകൊണ്ടിരിക്കണം. കാരണം ഞാൻ എന്താണെന്നറിയാത്ത ആർക്കോ വേണ്ടി തിളക്കണ ഒരു സാമ്പാറല്ലേ. വല്ല കാര്യമുണ്ടോ?